ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. കാരണം കുക്ക് ചെയ്യണമെങ്കിലൊന്നുമില്ല, എല്ലാം വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവെ വെള്ളിയാഴ്ചയാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഞാൻ എല്ലാം വാങ്ങിച്ചു വരാറ്. പക്ഷെ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല, ഒരുപാട് ലേറ്റായി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി, ഒരു 10-11 മണി വരെ ഉറങ്ങി. ഇപ്പോൾ 11:30 ആയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഓൺ വോയിസ് ചെയ്യുന്നൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ഷൈനസും ബുദ്ധിമുട്ടും എനിക്കുണ്ട്, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ മെയിനായിട്ടൊരു ഗ്രോസറി ക്യാരി ബാഗാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ട്രാവലിംഗ് ബാഗ് ഉണ്ട്. എനിക്കിവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ട്രോളി സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് നമുക്കിവിടെ അടുത്തുള്ളൊരു ഓഷൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന കുറച്ച് വ്ളോഗ് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ താമസിക്കുന്നത് 5th ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് 5th താഴോട്ട് പോവാം. പുറത്ത് നല്ല തണുപ്പുണ്ട്. പൊതുവേ വിൻ്ററാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് എനിക്ക് ഇവിടെ നടക്കാനുണ്ട് ബസ് സ്റ്റേഷനിലോട്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. 5th ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. റെസിഡൻസ് ലസ്കാൽ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റേഷനിലോട്ട് നടക്കാം. നല്ല തണുപ്പുണ്ട്, പക്ഷെ ജാക്കറ്റ് എടുത്തിട്ടില്ല. ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട്. സ്ട്രെയിറ്റ് പോണം. ഇവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട്. ചെറിയ പിള്ളേരൊക്കെ അവിടെ വന്ന് കളിക്കാറുണ്ട് ഈവനിങ്സിലും വെക്കേഷൻസിലൊക്കെ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റേഷനിലോട്ട് നടക്കാം. ഒരു ബസ് പോയി, അടുത്ത ബസ് പിടിക്കണം. ആ ബസ് മിസ്സായി. എനിക്ക് തോന്നുന്നു എല്ലാ 20 മിനിറ്റിന് ശേഷമാണ് ഇവിടെ ഒരു ബസ് ഉള്ളത്. ഇത് ചെറിയൊരു ഫ്രഞ്ച് സിറ്റിയാണ്, അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ലിമിറ്റഡാണ് ഇവിടെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ. പക്ഷെ എനിക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവാം. ആ കാണുന്നതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. ഫോം വ്യൂ എന്നാണ് പേര്. അവിടെ ടൈമിംഗ് ഉണ്ടാവും ഓരോ ബസ്സിൻ്റെ. നമുക്ക് നോക്കാം. 11:59 അടുത്ത ബസ്. നമുക്ക് ബസ് വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ ട്രാവൽ സിസ്റ്റം ഓരോ സിറ്റിക്കകത്തും അവിടുത്തെ ഗവൺമെൻറ് ഓരോ ബസ് സിസ്റ്റം ഉണ്ട് അവർക്ക്. അപ്പോൾ അവർക്കായ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളതിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഈ ഡേ പാസ് വേണമെങ്കിൽ ഡേ പാസ് എടുക്കാം. ഇപ്പോൾ എനിക്ക് 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ബസ്സിൽ. അപ്പോൾ അതിനെനിക്ക് €1.20 എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി 120-125 രൂപയോളം വരും.
അത് ഇനി ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 3 യൂറോ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസാണ് അവരിവിടെ കൊടുത്തേക്കണത്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം 1 യൂറോ 20 സെൻറ്റിൻ്റെ ടിക്കറ്റാണ് എടുക്കുന്നത്. അത് നമുക്ക് ബസ്സിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ബസ് വരുന്നവരെ ഇവിടെ ബസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് പോകാനുള്ള റൂട്ട് മാപ്പും ഏതെല്ലാം ബസ് പിടിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അവരിവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ്. ബസ് വരുന്നതും ബസ്സിൽ കയറുന്നതും ടിക്കറ്റ് എടുക്കുന്നതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് തിരിച്ചു വരുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്ന റെഡ് ബട്ടൺ, നമ്മളെ സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നേ നമ്മൾ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ ഇവർ നിർത്തത്തുള്ളൂ. നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഇൻഡിക്കേഷൻ അവർക്ക് ലഭിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇവര് നമ്മുടെ സ്റ്റോപ്പിൽ നിർത്തത്തുള്ളൂ. സോ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടേത്. അപ്പോൾ എനിക്ക് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ അവർക്ക് അവിടെ ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ ബസ് ഇറങ്ങി. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ബസ് പോയി. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഫാർമസിയും അതുപോലെ തന്നെ മറ്റ് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഒട്ടുമിക്ക ഗ്രോസറീസും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കൽ. പക്ഷേ ചില സമയങ്ങളിൽ വെജിറ്റബിൾസ് ഞാൻ അപ്പുറത്തൊരു ഗ്രാൻഡ് ഫ്രൈസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി വാങ്ങിക്കും. അപ്പോൾ ആദ്യം ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കും. അതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോവുക. എന്തായാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിന് അകത്തോട്ട് കയറാം. നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത് കുറച്ച് മുട്ടയാണ്. ഞാൻ ഓൾറെഡി എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് റൂമിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഒന്നുള്ള കൺഫ്യൂഷനും ഒഴിവാകും. അപ്പൊ നമുക്ക് ആദ്യം മുട്ട എടുക്കാം. പാലാണ്, നമ്മൾ പാക്കറ്റ് പാലാണ് എടുക്കാറ്. റെഡി ടു ഈറ്റ് അല്ലെങ്കിൽ റെഡി ടു കുക്ക് എന്നൊരു സിസ്റ്റമാണ് ഇവർ ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിൽ ഓൾ ഓവർ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇവർ ശീലിച്ചേക്കുന്നത്. കാരണം കുക്കിങ്ങിനായിട്ട് ഇവർക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ വെറൈറ്റി ഓഫ് ചീസസ്, എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഒക്കെ ചീസിന് പേര് കേട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ചീസസ് അവൈലബിൾ ആണ്. റെഡ് മീറ്റ് ആണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. ഇതെടുക്കാം. ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് മീറ്റ്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. കാരണം പോർക്ക് ആണെങ്കിലും ബീഫ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ പശുവിന്റെ കുട്ടി, അതുപോലെ തന്നെ പോത്തിന്റെ നാവ്, കുതിരയിറച്ചി, മുയലിറച്ചി, മാനിറച്ചി എല്ലാം സുലഭമായിട്ട് ഇവിടെ കിട്ടും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് പോത്തിന്റെ നാവാണ്. കാരണം ഞാൻ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്തു. കാരണം വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഞാൻ ട്രൈ ചെയ്തായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട്, ബാഗറ്റ് ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് ഫിഷ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. കൂടുതൽ മീനൊന്നും ഇല്ല, പക്ഷെ നമുക്ക് എന്നിരുന്നാലും നാട്ടിൽ കിട്ടുന്ന മത്തി, കൂന്തല്, ചെമ്മീന്, പിന്നെ അയില പോലത്തെ ഒരു മീനൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ചില സമയങ്ങളിൽ. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ആവില്ല.
പിന്നെ ഈ സെക്ഷൻ വൈൻസിന്റെ ഒരു അപൂർവമായ ഒരു സെക്ഷനാണ്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് പല റീജിയൻസിന്റെയും പല രാജ്യങ്ങളുടെയും വൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് പലതരം ഓഫറും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്, അതും പലതരം ബ്രാൻഡിന്റെയും ബിയേഴ്സ് ആണെങ്കിലും എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇവിടെ എല്ലാവിധ മസാലകളും അവൈലബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടുത്തെ മസാലകൾക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഞാനൊക്കെ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ ബൾക്കായിട്ട് വേണ്ട മസാലകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരാറ്. പാരീസിലോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടുന്ന് തമിഴ്നാട് സ്റ്റോറിൽ നിന്ന് വല്ല മസാലകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാറുണ്ട്. പക്ഷെ അത് എപ്പോഴേലും പോകുമ്പോൾ മാത്രം. ഇവിടെ ഇന്ത്യൻസ് എല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റിയിൽ അത്തരം ഐറ്റംസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഓൺലൈൻ സൈറ്റ് ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമ്മളത് കൂടുതൽ പ്രിഫർ ചെയ്യാറില്ല. ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട്. നമുക്ക് എക്സ്പയറി ഡേറ്റ് നോക്കണം. 6/2/14/2 എടുക്കാം. പീനട്ട് ബട്ടർ എടുക്കണം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലുള്ള ഒട്ടുമിക്ക ഗ്രോസറീസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബില്ലിങ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് സെൽഫായിട്ടും ബില്ല് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇവരെ കൗണ്ടർ വഴിയും ബില്ലിങ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവരുടെ കൗണ്ടർ വഴി ബില്ലിങ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേ. അപ്പൊ നമുക്ക് ഗ്രോസറീസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം ബില്ലടയ്ക്കാം. Bonjour. J'ai vu qu'on allait se croiser, tu prends à 45 ? C'est bon? Oh oui. J'ai pris une vidéo. Merci beaucoup. Au revoir, buongiorno. അപ്പോൾ ഗ്രോസറീസ് ഒട്ടുമിക്കതും വാങ്ങി. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കാനുണ്ട്. സോ അത് വേറൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇതിന് തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആ കാണുന്ന ഗ്രാൻഡ് ഫ്രൈസ് ആണ് നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റ്. സോ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോവാൻ. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഗ്രാൻഡ് ഫ്രൈസ്. ഇതിന് തൊട്ട് ചാരിട്ടിന് ഒരു ബുലാൻഷറി ഉണ്ട്, അവിടെ ഒരുപാട് ബേക്കറീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ നമുക്ക് ഗ്രാൻഡ് ഫ്രൈസിലോട്ട് പോവാം. ഞാൻ ഒട്ടുമിക്ക സമയങ്ങളിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കാറ്. കാരണം ഇവിടുത്തെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ആ ഒരു ഫ്രഷ്നെസ് നല്ല രീതിയിൽ തോന്നിക്കാറുണ്ട്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് പ്രിഫർ ചെയ്യാറ്. പിന്നെ ഇവിടെ നമുക്ക് ഞാൻ കാണാത്ത പഴങ്ങളും പച്ചക്കറികളും വരെ ഇവിടെ കാണാൻ പറ്റി, എന്താ പേര് പോലും അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കപ്പയും മധുരക്കിഴങ്ങും കപ്പക്കിഴങ്ങും അതുപോലെ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണെല്ലാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ 2 സൂപ്പർ മാർക്കറ്റിൽ നിന്നും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പ് അവിടെയാണ്. ഈ ബസ് എപ്പോഴാണെന്ന് അറിയില്ല. എന്തായാലും
ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ഇവിടുന്ന് എപ്പോഴാണ് ബസ് എന്നറിയില്ല. പോവാൻ കുറച്ച് ലേറ്റായി. കാരണം ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ പെർമിഷനൊക്കെ ചോദിച്ച് എടുക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്കും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ബസ്സിൻ്റെ സമയം നോക്കാം. എനിക്ക് ബി ആണ് ബസ് നമ്പർ. സോ 12:41 ബസ്സുണ്ട്. 15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ഇരിക്കാം. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷ പോലെ എനിക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ അതിന് പറ്റിയതായിരുന്നില്ല. കാരണം ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും, ചിലവർക്ക് നമ്മൾ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ വെറുതെ നമ്മൾ അവരെ അൺകംഫർട്ട് ആക്കിയിട്ട് നമ്മളിവിടെ വന്നവരെ അൺകംഫർട്ട് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ എൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കവർ ചെയ്തത്. പക്ഷെ ഇത് എത്രത്തോളം എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും അറ്റ് ലാസ്റ്റ് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട്. ബി ആണ് ബസ്. അപ്പോൾ നമുക്ക് കയറാം. മാസി ബസ്സിൽ കയറി. ടിക്കറ്റായിരുന്നു, ഇതാണ് നമ്മുടെ ടിക്കറ്റ്. €1.20. 1 മണിക്കൂറാണ് ഇതിൻ്റെ വാലിഡിറ്റി. ബസ്സിൽ ഇപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബസ് ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് നടക്കണം. ആ കാണുന്നതാണ് നമ്മുടെ റൂമിലോട്ട് പോയി ഇനി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി. പൊതുവേ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബസ്സിൽ പോകാറില്ല, കാറുണ്ടാവും ഓഫീസിൽ നിന്ന്. അപ്പോൾ അതിൽ പോകുമ്പോൾ സുഖമാണ്, ബസ്സിന് പോകേണ്ട ആവശ്യമില്ല നമുക്ക്. പക്ഷെ ഇന്ന് ഞാൻ വീക്കെൻഡ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ബസ് യൂസ് ചെയ്തു പോയി. അപ്പോൾ നമ്മുടെ മെയിൻ റൂമിൻ്റെ എൻട്രൻസ് ആണിത്. ഡോറ് തുറക്കണം. സോ വെരിഫൈ ചെയ്തു. ശേഷം അകത്തോട്ട്. ഒരു ഓൾറെഡി ഓപ്പൺ ആണ്. ഇതാണ് 510. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് വോയിസ് ഓവർ വീഡിയോസിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അതിന് സൂട്ടബിൾ ആയിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ എനിക്കും കുറച്ച് ഷൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരൊരു അൺകംഫർട്ട് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ ഉള്ള ലിമിറ്റേഷൻസിൽ വെച്ചൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആസ് യൂഷ്വൽ സബ്സ്ക്രിപ്ഷനും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസിൽ കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും
ബൈ ബൈ.